ഡയറക്ടർ ഹെൽത്ത് സർവീസസ് മാത്രമല്ല, ഇപ്പോൾ ആരോഗ്യ കേരളത്തിൻ്റെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജേഴ്സിനെ എല്ലാം ഒറ്റ ഉത്തരവിൽ മാറ്റാം. പക്ഷേ പകരം ആളെ നിയോഗിക്കണ്ടേ? പകരം ആ സ്ഥാനത്ത് ആൾ വേണ്ടേ? ഇതാര് കോർഡിനേറ്റ് ചെയ്യും? ഒരു ജില്ലയിലെ ഈ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ജില്ലാതലത്തിൽ ആളുകളുണ്ടാകണം. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽസിനെ മാറ്റി അവർ പറയുന്നു ചട്ടവിരുദ്ധമായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഞങ്ങളുടെ സീനിയോറിറ്റി ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കുന്നവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി ദൂര സ്ഥലങ്ങളിലേക്കാക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അത് ഞങ്ങൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ചട്ടവിരുദ്ധമായിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു ഘട്ടം പ്രധാനമാണ്. നമ്മളുടെ ഇപ്പോൾ ഒരു വർഷം മുഴുവൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഘട്ടമാണ് നമ്മളുടെ ഈ പകർച്ചവ്യാധികളുടെ ഒരു ഘട്ടം. ജൂൺ ജൂലൈ ഇപ്പോൾ നിപ്പയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ വരെ വവ്വാലിൻ്റെ പ്രജനന കാലവുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ഈ വർഷം അസാധാരണമാണ്. നമുക്ക് മുന്നനുഭവം ഇല്ലാത്ത നിലയിൽ ഷിഗല്ല കേസുകൾ കൂടുന്നൊരു സാഹചര്യമുണ്ട്. ഒരു പൊതുജനാരോഗ്യ പ്രവർത്തനം വളരെ ശക്തമായിട്ട് നടത്തേണ്ട ഒരു ഘട്ടമാണ്. ആരാണ് പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്? അത് ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ആ ഒരു ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെ തെറ്റായ നിലയിൽ സ്ഥലം മാറ്റുകയോ ഇവിടെ തരം താഴ്ത്തൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരു സീനിയർ DHSനെ ഒരു സീനിയർ കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് സാധ്യമാക്കാൻ? ഒരു തരം താഴ്ത്തലാണ്. അങ്ങനെ തരം താഴ്ത്താനായിട്ട് പറ്റുമോ? അതിനുള്ള നടപടിക്രമങ്ങൾ എന്താണ് സ്വീകരിച്ചിട്ടുള്ളത്? അത് ആ തരം താഴ്ത്തലിന് തക്കവണ്ണമുള്ള എന്ത് കുറ്റമാണ് അവർ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയം. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാൻ പാടില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ. ഞാൻ പറഞ്ഞ ഇപ്പോൾ 2023 നമ്മൾ 33% മരണനിരക്ക് കുറച്ചു. നമുക്ക് ഇൻഡെക്സ് കേസ് ഇതിൽ ഔട്ട്ബ്രേക്ക് നിലനിൽക്കുമ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ ടീമിൻ്റെ വർക്കാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നത് ഇത് ഒരു വ്യക്തിയല്ല, എല്ലാവരും ചേരുന്നതാണ്. അപ്പോൾ അവർക്ക് ധാർമ്മിക പിന്തുണ നൽകുകയും അവരെ കൂടെ നിർത്തുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഒരു പിന്തുണ നൽകുകയും ചെയ്യുക, അവരുടെ മനോവീര്യം തകർക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ആ വീഴ്ച പ്രതിഫലിക്കുന്നത് പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിലാണ്. ആ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടായാൽ അത് ബാധിക്കുന്നത് പൊതുസമൂഹത്തെയാണ്, ആളുകളെയാണ് ബാധിക്കുന്നത്. രോഗങ്ങൾ വലിയ രീതിയിൽ വർദ്ധിക്കും, പകർച്ചവ്യാധികൾ വലിയ രീതിയിൽ വർദ്ധിക്കും. അതിൽ വലിയ രീതിയിൽ നമ്മുടെ ആശുപത്രികൾ ഫ്ലഡഡ് ആകുന്ന സാഹചര്യം ഉണ്ടാകും. അവിടേക്ക് രോഗികൾ വലിയ രീതിയിൽ എത്തും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കാഷ്വാലിറ്റീസ് ഉണ്ടാകും. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് ഈ വീഴ്ച പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ ഈ പകർച്ചവ്യാധികൾ തീർത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റുക എന്നുള്ളത് അവരുടെ മനോവീര്യം തകർക്കുന്ന തെറ്റായിട്ടുള്ള നടപടിയാണ്, തെറ്റായിട്ടുള്ള കീഴ്വഴക്കമാണ് അത് സൃഷ്ടിക്കുക.